യേശുക്രിസ്തുനാമത്തിൽ സ്നേഹവന്തരം പ്രിയരെ. അപ്പൊ ഇന്ന് പുതുവർഷം നമ്മൾ ആരംഭിച്ചു. ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. പക്ഷെ നമുക്ക് ഈ വർഷം പ്രധാനമായിട്ട് കാര്യം ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. നമ്മൾ ഈ 2025 തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ വർഷം നേടിയെടുക്കാനുള്ള ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ? ആ ലക്ഷ്യങ്ങൾ നമുക്ക് സാധിക്കണമെങ്കിൽ, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലക്ഷ്യത്തിനോട് കൂടെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകം അതിനകത്ത് പറയാണ്, 5-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവേ എൻ്റെ വാക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാതനകൾ കേൾക്കണമേ, നിന്നോടുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവൻ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒളിഞ്ഞു കിടക്കുന്നത് ദൈവത്തോട് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു ദാവീദിന്. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ദാവീദിനുണ്ടായിരുന്നു. ദാവീദിന് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം മറുപടി തരും, എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ സഹായിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള നല്ല ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു പ്രിയരെ. അതുപോലെ ഈ പുതുവർഷത്തിൽ നിങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള നല്ല ഉറപ്പ് നിങ്ങളുടെ അകത്ത് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിച്ചാൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ.